നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. പ്രാദേശിക സഭ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐകമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സഭയിൽ ഒരു പ്രശ്നമുണ്ടായാൽ, സഭയിലെ ഒരു വിശ്വാസിക്കൊരു പ്രശ്നമുണ്ടായാൽ, അല്ലെങ്കിൽ അവനോടൊരു വിശ്വാസി തെറ്റ് ചെയ്താൽ തമ്മിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ സ്വാധീനമുള്ള 2-3 ആളുകളോട് പറഞ്ഞ് അത് തീർക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ അത് അവസാനം അറിയിക്കണം. ആ മൂപ്പന്മാരെ ഇടപെട്ട് അത് തീരുന്നില്ലെങ്കിൽ അത് ദൈവത്തിന് വിട്ടുകൊടുക്കണം. എന്ന് പറഞ്ഞാൽ യഹൂദനെ പ്രജാതികളായ പട്ടാളക്കാരും ചുങ്കക്കാരും ഉപദ്രവിക്കുമ്പോൾ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുന്നത് പോലെ അത് ദൈവത്തിന് വിട്ടുകൊടുത്ത് ദൈവം അതിന് പരിഹാരം വരുത്തുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കണം എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. തൊട്ട് താഴെ കർത്താവ് പ്രാദേശിക സഭയെക്കുറിച്ച് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ സാർവത്രിക സഭ അല്ലെങ്കിൽ ആഗോള സഭ, സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നവരെ കർത്താവ് ചേർത്ത് സാർവത്രിക സഭയാക്കുന്നു. അത് ആരൊക്കെയാണ് എന്നൊന്നും നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുകയില്ല. അത് ദൃശ്യമല്ല. എന്നാൽ ഇവിടെ ദൃശ്യസഭയുടെ, പ്രാദേശിക സഭയുടെ, ഒരു ദേശത്ത് കൂടി വരുന്ന ആളുകളുടെ കാര്യം ഇവിടെ പറയുകയാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ടെന്ന് യേശു പറയുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ, ഒരു നാമധേയ ക്രൈസ്തവ പുരോഹിതൻ, അദ്ദേഹം വിശ്വാസ സ്നാനത്തെ ഒന്നും അംഗീകരിക്കുന്നയാളല്ല, വിശ്വാസത്താലുള്ള രക്ഷ അംഗീകരിക്കുന്നയാളല്ല, പ്രവൃത്തിയാലുള്ള കർമ്മകൂദാശകളാലുള്ള രക്ഷയാണ് അദ്ദേഹത്തിന് വലിയത്. യോഹന്നാശാപകനെ പോലെയും യേശുവിനെ പോലെയും അപ്പോസ്തലന്മാരെ പോലെയും സ്നാനം, വിശ്വാസ സ്നാനം, പാപങ്ങളെ ഏറ്റുപറഞ്ഞുള്ള ജ്ഞാനസ്നാനം, അതിനെ വിശ്വസിക്കുന്ന ആളല്ല അദ്ദേഹം. അതായത് ശിശുസ്നാനം, കുട്ടിയുടെ സമ്മതം കൂടാതെ, കുട്ടിയുടെ ഏറ്റുപറച്ചിൽ കൂടാതെയുള്ള ശിശുസ്നാനത്തെയൊക്കെ അംഗീകരിക്കുന്ന ആളാണ്. മാത്രവുമല്ല, പിന്നീടുള്ള കർമ്മകൂദാശകൾ, പുരോഹിതന്മാർ ചെയ്യുന്ന കൂദാശകൾ, അതിനാൽ രക്ഷ കിട്ടും. അതായത് കുർബാനയാൽ, കുംഭസാരത്താൽ, ഇതിനാലൊക്കെ രക്ഷ കിട്ടുമെന്നൊക്കെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും. അദ്ദേഹം ദൈവമക്കളെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് 3-4 ഓലക്കീറും 2 കപ്പത്തണ്ടും ഒരു പുൽപ്പായും അല്ലെങ്കിൽ ഒരു തമ്പേറും ഒരു പെട്രോമാക്സും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു സഭയാണ്. അങ്ങനെ സഭ തല്ലിക്കൂട്ടുന്ന ആളുകളുണ്ട്. അതൊന്നും സഭയല്ല. അദ്ദേഹം പറഞ്ഞ സഭയ്ക്ക് ലോകത്തിലൊരു ആഗോള ഹെഡ് ഓഫീസ് വേണം, അതിനൊരു ആഗോള തലവൻ വേണം, അതിന് കീഴിൽ മറ്റ് രാജ്യങ്ങളിൽ ഉപസഭകൾ, അതിന് കീഴിൽ ദേശങ്ങളിൽ പ്രാദേശിക സഭകൾ, അതിൻ്റെ കീഴിൽ ലീഡേഴ്സ്, അങ്ങനെ ഒരു പരമോന്നത നേതാവ്, ദേശീയ നേതാവ്, പ്രാദേശിക നേതാവ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭരണ സംവിധാനം ആഗോളമായിട്ട് വേണം, ഭൂമിയിൽ ഒരു തല വേണം എന്നൊക്കെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് വിഭാഗങ്ങളുണ്ട്. സഭയ്ക്ക് വത്തിക്കാനാണ് ഹെഡ് ഓഫീസ്, അതിൻ്റെ കീഴിൽ ലോകത്തെമ്പാടും സഭകൾ. സഭയ്ക്ക് സിറിയയാണ് ഹെഡ് ഓഫീസ്, അല്ലെങ്കിൽ അന്ത്യോക്യയാണ്, അതിൻ്റെ കീഴിൽ ലോകത്തെമ്പാടും കുറേ സഭാ വിഭാഗങ്ങൾ. കോട്ടയമാണ് സഭയുടെ ഹെഡ് ഓഫീസ്, അതിൻ്റെ കീഴിൽ കുറേ സഭാ വിഭാഗങ്ങൾ. തിരുവല്ലയാണ് സഭയുടെ ഹെഡ് ഓഫീസ്, കൊട്ടാരക്കരയാണ് സഭയുടെ ഹെഡ് ഓഫീസ്, മദ്രാസാണ് സഭയുടെ ഹെഡ് ഓഫീസ്,
കുമ്പനാടാണ് സഭയുടെ ഹെഡ് ഓഫീസ്, ചിങ്ങവനത്താണ് ഹെഡ് ഓഫീസ്, മുളക്കുഴയാണ്, പുനലൂരാണ് ഹെഡ് ഓഫീസ് എന്ന് തുടങ്ങി ഇങ്ങനെ സഭയ്ക്ക് ഹെഡ് ഓഫീസുകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അതിന് കീഴിൽ വേണം ലോകത്തെമ്പാടും സഭകൾ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതിന് ട്രാൻസ്ഫർ വേണം, അതിന് ഹെഡ് ഓഫീസ് വേണം, അതിന് ശിക്ഷാ നടപടി വേണം, ശമ്പളം വേണം എന്ന് വേണ്ട, അതിന് പെൻഷൻ വേണം എന്ന് വേണ്ട. ഇങ്ങനെ അതായത് സഭയെന്ന് പറയുന്നത് NSS പോലെ SNDP പോലെ ഒക്കെയുള്ള, അല്ലെങ്കിൽ കോൺഗ്രസ് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയുള്ള ഒരു പ്രസ്ഥാനമായിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതൽ. പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശു പറയുകയാണ്, 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ട്. ഒരു പ്രാദേശിക സഭയുടെ ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ 2 3 പേരാണ്. അവിടെ കെട്ടിടത്തിന് പ്രാധാന്യമില്ല, അവിടെ രജിസ്ട്രേഷന് പ്രാധാന്യമില്ല, അവിടെ സഭയുടെ സ്കൂള്, കോളേജ്, ആശുപത്രി, അല്ലെങ്കിൽ ഫാക്ടറി, അല്ലെങ്കിൽ തേയിലത്തോട്ടം, അല്ലെങ്കിൽ റബ്ബർ തോട്ടം, അല്ലെങ്കിൽ കുരുമുളക് തോട്ടം, തെങ്ങും തോട്ടം, ഇതിനൊന്നും പ്രാധാന്യമില്ല. ഇന്നത്തെ പല സഭകളും ബിസിനസ് സ്ഥാപനങ്ങളാണ്. അവരുടെ ആശുപത്രി ബിസിനസ്സിന് വേണ്ടി, അവരുടെ സ്കൂൾ, കോളേജ്, ITI അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജ്, അവരുടെ മെഡിക്കൽ കോളേജ്, ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടി. അവരുടെ തോട്ടങ്ങൾ, ഫാക്ടറികൾ എല്ലാം പണത്തിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഇതൊന്നും വിഭാവന ചെയ്തിട്ടില്ല. കർത്താവ് വന്നത് പാപിയെ രക്ഷിക്കാനാണ്. കർത്താവ് ഇവിടെ സ്കൂൾ സ്ഥാപിച്ചില്ലല്ലോ, ആശുപത്രി സ്ഥാപിച്ചില്ലല്ലോ, അനാഥശാല സ്ഥാപിച്ചില്ലല്ലോ. കർത്താവ് വരുമാന മാർഗങ്ങളൊന്നും താൻ അതിന് മാതൃക കാണിച്ചില്ലല്ലോ. അപ്പോസ്തലന്മാരും അത് ചെയ്തില്ലല്ലോ. പൗലോസ് അപ്പോസ്തലൻ ഒരു കൈത്തൊഴിൽ ചെയ്തു എന്നുള്ളത് ശരിയാണ്, തനിക്കതറിയാം. അത് മറ്റുള്ള സഭകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ, അത്രയേ ഉള്ളൂ. കർത്താവ് ഒരു സഭയ്ക്ക് ഒരു ആസ്ഥാനം യെരുശലേം ആകണമെന്ന് പറഞ്ഞില്ലല്ലോ, അന്ത്യോക്യ ആകണമെന്ന് പറഞ്ഞില്ലല്ലോ, റോം ആകണമെന്ന് പറഞ്ഞില്ലല്ലോ. കർത്താവോ അപ്പോസ്തലന്മാരോ സഭയ്ക്ക് ഒരു ആസ്ഥാനം വേണമെന്ന് പറഞ്ഞില്ലല്ലോ, അതിനൊരു ആഗോള നേതാവ് വേണമെന്ന് പറഞ്ഞില്ലല്ലോ. ഓരോ സഭയും വെളിപ്പാട് പുസ്തകത്തിൽ 2-3 അധ്യായങ്ങളിൽ പറയുന്ന എഫേസോസ്, സ്മുർന, പെർഗമോസ്, സർദീസ്, തുയത്തൈര, ഫിലദൽഫിയ, ലവോദിക്ക എന്നീ പ്രാദേശിക സഭകൾ, സ്വതന്ത്ര ഭരണമുള്ള പ്രാദേശിക സഭകൾ പോലെ ആയിരിക്കണം ലോകാന്ത്യം വരെ ഈ സഭകൾ എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. അല്ലാതെ യെരുശലേം ആസ്ഥാനമാക്കി ലോകം മുഴുവൻ സഭകൾ, അല്ലെങ്കിൽ അന്ത്യോക്യ ആസ്ഥാനമാക്കി ലോകം മുഴുവൻ സഭകൾ, വത്തിക്കാൻ ആസ്ഥാനമാക്കി ലോകം മുഴുവൻ സഭകൾ, അങ്ങനെ ഒരു മതസംവിധാനം യേശു വിഭാവനം ചെയ്തിട്ടില്ല. യേശുവോട് പറയുന്നത് പ്രാദേശിക സഭകൾ 2 3 പേരെ ഉള്ളെങ്കിലും, അതൊരു വീട്ടിലാണ് കൂടുന്നതെങ്കിൽ, ഒരു മരച്ചുവട്ടിലാണെങ്കിൽ, അതൊരു ഗുഹയിലാണെങ്കിൽ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എൻ്റെ നാമത്തിൽ നിന്നുള്ളതാണ്. നാമത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വമാണ്. നാമം ജപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നാണ്. നാമം എന്ന് പറഞ്ഞാൽ ദൈവത്വമാണ്. എൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ രക്ഷിക്കാൻ ഭൂമിയിൽ വന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നരകമേറ്റു, പിതാവായ ദൈവം എന്നെ ഭൂമിയിൽ അയച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ 2 3 പേരെ ഉള്ളെങ്കിലും അവരുടെ നടുവിൽ ഞാനുണ്ട്. എൻ്റെ നാമത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കാൻ, എൻ്റെ നാമത്തിൽ പിതാവിനെ ആരാധിക്കാൻ, എൻ്റെ നാമത്തിൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ കൂടുന്നവരുടെ മധ്യേ ഞാനുണ്ടെന്നാണ് യേശു പറഞ്ഞത്. ഇതൊന്നും ഇന്നത്തെ ആളുകളോട് പറഞ്ഞ വില പോവുകയില്ല. അവർ പറയുന്നത് സഭ യഹൂദന്മാരെ പോലെ ആയിരിക്കണം. അതിൻ്റെ പിന്തുടർച്ചയാണ്. യഹൂദന്മാർക്ക് യെരുശലേം ആസ്ഥാനമായിരുന്നു. ലോകത്തെമ്പാടും യഹൂദന്മാർ പെരുന്നാളിനും യാഗങ്ങൾക്കും ദശാംശത്തിനും വഴിപാടുകൾക്കുമായി യെരുശലേമിൽ വരണമായിരുന്നു. അതിൽ മഹാപുരോഹിതൻ നേതാവായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കീഴിൽ പുരോഹിതന്മാരുണ്ടായിരുന്നു, ലേവ്യരുണ്ടായിരുന്നു. അതുപോലെ സഭയ്ക്കും യഹൂദന്മാരെ പോലെ ഒരാസ്ഥാനം വേണം, ഒരു നേതാവ് വേണം. അതിന് അവരെ തിരഞ്ഞെടുക്കണം, വോട്ട് ചെയ്യണം, അതിന് ചാക്കിട്ട് പിടിക്കണം. അങ്ങനെ ഉള്ള യഹൂദന് തുല്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം, ഒരു നേതാവ്, ഒരു ആസ്ഥാനം, ശമ്പളം, ട്രാൻസ്ഫർ, പ്രൊമോഷന്, ഇതൊക്കെ വേണം
എങ്കിലേ സഭയാവൂ എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഈ കാലത്ത് കൂടുതലുള്ളത്. യേശു അതിനെ അനുകൂലിക്കുന്നില്ല. യേശു പറഞ്ഞ 2-3 പേർ എൻ്റെ നാമത്തിൽ, എൻ്റെ രക്ഷണ പ്രവൃത്തിയിൽ വിശ്വസിച്ച്, എൻ്റെ ക്രൂശമരണത്തിൽ വിശ്വസിച്ച്, ഞാൻ കൽപ്പിച്ച സ്നാനം, വിശ്വാസ സ്നാനം അംഗീകരിച്ച് ഒരുമിച്ച് ആരാധനയ്ക്കായി കൂടി വരുമെങ്കിൽ അവരുടെ നടുവിൽ ഞാനുണ്ട് എന്നാണ്. അവർ ഐകമത്യത്തോടെ പ്രാർത്ഥിച്ചാൽ അത് ഞാൻ കേൾക്കും, അല്ലെങ്കിൽ പിതാവ് കേൾക്കും, അവർക്ക് ഉത്തരം കിട്ടും എന്നാണ് യേശു പഠിപ്പിച്ചത്. ഈ ലളിതമായ ബാലപാഠങ്ങൾ പ്രമാണിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് അനുഗ്രഹം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.